ഈ ഒരു ചീര കണ്ടോ, ഇത് ഞാൻ നടാതെയും അതുപോലെ വളവോ വെള്ളമോ ഒന്നും കൊടുക്കാതെ തന്നെ കിളിർത്ത് വന്ന് ഉഷാറായി ചീരയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് തന്നെ ഇത്രയും ഉഷാറായി വന്നതെന്ന്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ വീഡിയോ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീരയുടെ വിത്തൊക്കെ റെഡിയാക്കുന്ന വീഡിയോയെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചീര വിത്തിനുള്ളത് ചീരയൊക്കെ നമ്മൾ മുറിച്ച് വെയിലത്തൊക്കെ കൊണ്ടിടുന്ന സമയത്തുണ്ടല്ലോ, നമ്മളിതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നൊക്കെ സമയത്ത് അതിൽ നിന്നൊക്കെ വിത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് ഇരണ്ടൊക്കെ അങ്ങനെ വീഴാറുണ്ടല്ലോ. അങ്ങനെ വീണിട്ട് കിളുത്ത ചീരയാണ് കേട്ടോ ഇതൊക്കെ. അതായത് നമ്മുടെ കയ്യിലുള്ള വിത്തും ചീര ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. നമ്മുടെ കയ്യിൽ പാൽച്ചീരയും പച്ചച്ചീരയും റെഡ് റോസ് ചീരയും അതുപോലെ നമ്മുടെ വ്ളാത്താങ്കര ചീരയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ എല്ലാം വിത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് നമ്മുടെ ചീരയുടെ ഒക്കെ വിത്ത് വാങ്ങി നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച്, അതായത് പാകി കിളിർപ്പിച്ച ഫോട്ടോയും ഒക്കെ അയച്ച് തന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി മഴയാകുമ്പോൾ നമുക്ക് നടാതെയൊക്കെ ആണെങ്കിലും നമ്മൾ മുന്നേ നട്ട വിത്തൊക്കെ ഒടിയലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഓരോന്നും ഇരണ്ടൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ കിളിർത്ത് നമുക്ക് തോരൻ വെക്കാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വന്നപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കണ്ടിച്ചെടുത്ത് നമുക്ക് പച്ചച്ചീരയും വ്ളാത്താങ്കര ചീരയും അതുപോലെ നമ്മുടെ പാൽച്ചീരയും ഒക്കെ കൂടെ ഒരു മിക്സായിട്ടൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ അതൊക്കെ കൂടെ ഇന്ന് ഇതുപോലെ കണ്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇനിയും കുഞ്ഞൊക്കെ കിളുത്ത് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളർന്നു വരുമ്പോൾ വീണ്ടും നമുക്ക് തോരൻ വെക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കെ, താങ്ക് യു.